നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകൾ. ഒരു വശത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു, മറുവശത്ത് നിലമ്പൂർ ഇലക്ഷൻ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു. അതിനു മുൻപായിട്ട് 2 ദിവസം ഞാൻ പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല. അത് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ പ്രായാധിക്യത്തിൽ വിശ്രമത്തിലായിരുന്നു, അല്ലെങ്കിൽ രോഗശയ്യയിലായിരുന്നു. മഹതി ഇനിയാന്ന് മരിച്ച് ഇന്നലെ 11 മണിക്ക് മറവ് ചെയ്തു. ഞായറാഴ്ച അതിൻ്റെ ഒരു ചടങ്ങ് കൂടിയുണ്ട്. ആ മഹതിക്ക് അള്ളാഹു എല്ലാവിധ തെറ്റും പുറത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുകയും അവരുടെ കബർ വീതി വിസ്താരം കൊടുക്കുകയും ചെയ്യണമെന്ന് അള്ളാഹുവിനൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാന്യരെ, ഇലക്ഷൻ മുമ്പായിട്ട് ആദ്യം പറയാനുള്ളത്, ഇപ്പോൾ ഒരു ജയിച്ചു വന്ന ഒരു സ്ഥാനാർത്ഥി രാജിവെച്ചാൽ 6 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആണ് ക്ലോസ്. പക്ഷേ അത് ശരിയാണോ? ഒരു ദിവസമെങ്കിലും ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വോട്ടർമാർക്ക് അവർക്ക് MLAയുടെ സേവനം നഷ്ടപ്പെടാല്ലേ? അവിടെ ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൽ ഞങ്ങളും ഞങ്ങളുടെ പാർട്ടിയും പറയുന്നത്, ഒരു സ്ഥാനാർത്ഥി രാജിവയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇലക്ഷൻ നടത്തി മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം. എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇലക്ഷൻ നടത്തി മറ്റൊരു MLA പ്രഖ്യാപിച്ചതിന് ശേഷമേ ഈ MLA രാജി സ്വീകരിക്കാവൂ. അതുവരെ MLA ലൈവായിരിക്കണം. അപ്പോൾ ചോദിക്കും, ഈ MLAക്ക് മത്സരിക്കാൻ വേണ്ട. ഒരിക്കലും എന്ത് കാരണത്തിന് പേരിലാണെങ്കിലും ഒരു MLA രാജിവെച്ചാൽ ആ MLAക്ക് പിന്നെ അവിടെ ആ പ്രാവശ്യം മത്സരിക്കാൻ അവസരം കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ല, ഒരു രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും ഒരു MLA അല്ലെങ്കിൽ MP രാജിവെച്ചാൽ ആ രാജിവെച്ച MPക്കോ MLAക്കോ ആ ഇലക്ഷനിൽ അവിടെ മത്സരിക്കാൻ അവകാശം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ജനാധിപത്യമല്ല. പകരം MLA അല്ലെങ്കിൽ MP രാജിവെക്കുന്ന മുമ്പായിട്ട് തന്നെ ഇലക്ഷൻ നടത്തി പകരം ഒരാളെ വച്ചതിന് ശേഷമേ അവർ രാജി സ്വീകരിക്കാവൂ. അതുവരെ ആ MLA MPയുടെ സേവനം ജനങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നൊരു നിർദ്ദേശം ഞങ്ങൾക്കുണ്ട്. അതേക്കുറിച്ച് വേണ്ടതിൽ ചർച്ച ചെയ്യാം. മറ്റൊന്ന്, അഞ്ചാം മന്ത്രിയുടെ പേരിൽ ഉമ്മൻചാണ്ടി കാണിച്ച ആ ഒരു മന്ദഗതിയുടെ ചിന്തയും ആ സമുദായത്തോടും മുസ്ലിം ലീഗിനും കാണിച്ച നന്ദികേടും പറയുമ്പോൾ, അതുപോലെയാണ് ഇപ്പോൾ അൻവർ രാജിവെച്ചതിന് ശേഷം UDFിൽ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ എടുത്ത തീരുമാനം എന്ന് പറയേണ്ടി വരുന്നു. എന്തുകൊണ്ട്? 100% അൻവർ കാണിച്ചത് വിഡ്ഢിത്തരമാണ്, മണ്ടത്തരമാണ്, വേണ്ടി പറയുന്നത് സെമി ധിക്കാരം കൂടിയാണ്. കാരണം ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ ആ മുന്നണിക്കാണ് അവകാശം ഉണ്ടെന്നിരിക്കെ പുറത്തു വന്നൊരാൾ സ്ഥാനാർത്ഥിയെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് അങ്ങേയറ്റം അതൊരു ധിക്കാരം കൂടിയാണ്. അറിവില്ലായ്മ മാത്രമല്ല, മണ്ടത്തരം മാത്രമല്ല, ധിക്കാരം കൂടിയാണ്. എങ്കിലും നിലമ്പൂർ പോലെയുള്ള അല്ലെങ്കിൽ കേരളത്തിലെ 2024 നടക്കാൻ സാധ്യതയുള്ള അസംബ്ലി ഇലക്ഷനിൽ എന്ത് വില കൊടുത്തും UDFിനെ അധികാരത്തിൽ കയറ്റുകയാണ് നമ്മുടെ ചിന്തയെങ്കിൽ അവിടെ നമ്മൾ നിയമമല്ല നോക്കേണ്ടത്, അവിടെ പ്രായോഗികതയാണ്. ആ പ്രായോഗികത എന്താണ്? അൻവർ അങ്ങനെ വന്നപ്പോൾ അൻവർ മണ്ടത്തരം കാണിക്കുന്ന ആളുമാണ്. മറ്റൊരു PC ജോർജാണ്. തന്നെയല്ല മലബാറുകാരനുമാണ്. മലബാറിൻ്റെ പ്രത്യേകത അറിയാലോ, സ്നേഹിച്ചു കഴിഞ്ഞാൽ നക്കിക്കൊല്ലും, വെറുതെ പിച്ചിക്കൊല്ലും, രണ്ടും മരണം തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ അതേ ഘട്ടത്തിലാണ് അൻവറും. അപ്പോൾ സതീശൻ അവിടെ ഒരു രാഷ്ട്രമീമാംസകൻ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രമീമാംസകൻ എന്ന രീതി ചിന്ത വരുമ്പോൾ സതീശൻ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആകേണ്ടിയിരുന്നു. അതായില്ല.
ഇവിടെ നമ്മൾ ഇതിൽ കാര്യം മനസ്സിലാക്കണം. പറവൂര് ഈ ഏതൊരു മുജാഹിദ് വിഭാഗത്തെ ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ ചെന്ന് മതപ്രചരണത്തിന് എന്തോ പറഞ്ഞ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് അത് പ്രശ്നം ഉണ്ടാക്കി അവിടെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരാൾ വന്നു എന്നൊക്കെ ഉണ്ട്, ഒരു വലിയ നേതാവ്. അതൊക്കെ പണ്ട് തനിദ്രം പത്രം പറയും, സ്വന്തം ലേഖൻ എല്ലാം അറിയുന്നുണ്ട് എന്ന് പറയുമ്പോലെ അതിൻ്റെ എല്ലാം ഉള്ളുകളി അറിയുന്ന ആൾക്കാർ ഉണ്ട് കേരളത്തിൽ, ശ്രദ്ധിക്കാം. മറ്റൊന്ന്, ഇപ്പോൾ അൻവറിനോട് അനുകൂലമായ സമീപനം UDF കോൺഗ്രസ് എടുത്തില്ലെങ്കിൽ അതിന് ദുർവ്യാഖ്യാനം വരുന്നത് എങ്ങനെയെന്നറിയുമോ? സത്യമില്ലായിരിക്കാം, എങ്കിലും അങ്ങനെ വ്യാഖ്യാനിക്കാം. അത് സംഘപരിവാറിനെതിരെ കൂടിയാണ്. പിണറായിയുടെ എതിർപ്പ് തന്നെ, LDF എതിർപ്പ് തന്നെ സംഘപരിവാറിനോട് എതിരെ അല്ലെങ്കിൽ അവരുടെ ആശയത്തോട് എതിർത്തുകൊണ്ടാണ്, അവർ ചില പ്രവൃത്തികളുടെ മോശം പറഞ്ഞുകൊണ്ടാണ് അൻവർ പുറത്തു വന്നു രാജിവെച്ചതൊക്കെ. പക്ഷെ ആ വിഷയം UDF ഏറ്റെടുത്തിട്ടില്ല. സംഘപരിവാറിനെതിരെയുള്ള വിഷയം UDF ഏറ്റെടുത്തിട്ടില്ല, ലീഗ് ഉൾപ്പെടെ UDF ഏറ്റെടുത്തിട്ടില്ല, അവർ വിടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ സതീശനും കോൺഗ്രസിന്റെ കുറെ ആൾക്കാരും സംഘപരിവാറിന് എതിരെ ആയതുകൊണ്ടാണ് അൻവറിനെ സ്വീകരിക്കാത്തത് എന്നൊരു ദുർവ്യാഖ്യാനം വരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, 19% മുസ്ലിങ്ങൾ ആ മണ്ഡലത്തിൽ അതിലല്പം ബുദ്ധിമുട്ട് UDF വരാം. അതവർ വേറെ കാരണം ഈ ചില കോണിൽ നിന്ന് നമ്മളോട് ഇത് ചിന്ത പറയുന്നുണ്ട്, അത് ഞാൻ പറയാൻ കാരണം. അത് മറ്റു കാര്യം പറയുന്നത്, ജനതാദൾ എസ് ദേവഗൗഡ BJPയിൽ കേട്ട് ഇപ്പോൾ 2-3 വർഷമായി. ആ എസിൻ്റെ പാർട്ടി ഇന്നും അതേ പേരിൽ തന്നെ ഇവിടെ മന്ത്രിയും MLA ആണ്. LDF പിണറായി മിണ്ടുന്നില്ല, മാറാനും പറയുന്നില്ല. മറ്റ് NCPയുടെ പാർട്ടി മെയിൻ കക്ഷി ഒരു ഗ്രൂപ്പ് BJPയിലേക്ക് പോയി. ഇപ്പോഴും ആ ഗ്രൂപ്പ് അങ്ങനെ തന്നെ ഇവിടെ മന്ത്രിയാണ്, MLA ആണ്. അപ്പോൾ സംഘപരിവാറിന് അനുകൂലം നിന്ന 2 പാർട്ടികൾ LDFയിൽ, പിണറായി വിജയനും LDFും അവർ മാറ്റുന്നതിൽ മാത്രമല്ല അവർക്ക് എല്ലാ പ്രോത്സാഹനം കൊടുക്കുന്നു. ഇവിടെ സംഘവിരോധം പറഞ്ഞതിൻ്റെ പേരിൽ ആ ആളെ മുന്നണി ചേർക്കാൻ ഉരുട്ട് കളിക്കുന്നു. ഇങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ആരെങ്കിലും വോട്ടർമാർ ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? അതിനാര് സമാനം പണ്ടുവരും? സതീശന് പറയേണ്ടി വരില്ലേ? അത് കണ്ടുകൊണ്ടാണ് മുരളീധരനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ പറഞ്ഞങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം പറഞ്ഞ്. പക്ഷെ അതെന്തോ സതീശന് അത് മനസ്സിലാകാതെ പോയതാണോ അതോ മനസ്സിലായിട്ടും മനസ്സിലാക്കാതിരിക്കുന്നതാണോ? അതിലൊരു പേര് ദോഷം അല്ലെങ്കിൽ ഒരു ആരോപണം സതീഷിന്റെ പേരിൽ വരാം. സതീഷിന്റെ പോളിസിയൊക്കെ നല്ലതാണ്, തെറ്റൊന്നുമില്ല. പിണറായി വിജയനോട് തുല്യമാണ് ഇപ്പോൾ സതീശ് ഓമിക്കുന്നത്. കാരണം ഘടകകക്ഷികളോടും മറ്റുള്ളവരോടും കാണിച്ച ധീരത അല്ലെങ്കിൽ ആ ബുദ്ധിപൂർവ്വ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പൂഴ്ത്തുന്നുണ്ട്. പക്ഷെ അതിന് മറുവശം സതീശേക്കാൾ വലിയ ആദർശശാലിയായിരുന്നു VM സുധീരൻ. VM സുധീരനെ പോയി ആദർശശാലി, ആന്റണിയുടെ ആദർശം കള്ളമാണ്. പക്ഷെ VM സുധീരൻ തനി ആദർശവാദിയാണ്. പക്ഷെ ഫലവുമില്ല. കേസിൽ ജയം എനിക്കും പറമ്പ് മൂത്താനാർക്കും തോന്നിയാലേ ഭരണം പിടിച്ചെടുത്താൻ പറ്റില്ല, നിലനിർത്താൻ പറ്റിയില്ല. അപ്പം ആദർശം മാത്രം പോരെ ഇക്കാലത്ത്. ആദർശത്തോടൊപ്പം തന്നെ പ്രായോഗികതയും വേണം, പ്രാക്ടിക്കൽ ആൻഡ് പോളിസി രണ്ടും വേണം. പക്ഷെ അത് സതീശൻ ഇക്കാര്യത്തിൽ എടുത്തത് കാരണം അൻവർ മണ്ടനാന്ന് മനസ്സിലായി. അത് ഇത് മാത്രമല്ല, പല സമൂഹത്തും പലതും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ അതാണ്. അത്ര വലിയ രാഷ്ട്രീയ വാഗതിയോ അല്ലെങ്കിൽ അത്ര വലിയ ദീർഘവീക്ഷമുള്ള ആളൊന്നുമല്ല. അല്ലെങ്കിൽ ജപ്പാനിൽ മഴ പെയ്യുന്നൊക്കെ പറഞ്ഞില്ല, അങ്ങനെ ഒരുപടി മണ്ടത്തിലൊക്കെ പറഞ്ഞില്ല. അപ്പം ആ അൻവറിനോട് ഒപ്പം നിൽക്കാൻ പറ്റുമോ സതീശന് കുറച്ചുകൂടി മുകളിൽ നിൽക്കേണ്ടതോ? അപ്പം എന്താ പറയുക, അറ്റ് എനി കോസ്റ്റ് എന്ത് വില കൊടുത്തും അൻവറിനെ മയപ്പെടുത്തി UDFന്റെ കൂടെ നിർത്തേണ്ടായിരുന്നു. അത് സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് തന്നെ. അപ്പോൾ പിന്നെ മാധ്യമം ചർച്ചയിൽ അല്ലെങ്കിൽ എന്താണ് മീഡിയ വൺ ചർച്ചയിൽ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ എന്നിട്ട് പുള്ളി എതിർക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ശക്തി കൂടുമില്ലേ അല്ലെങ്കിൽ ക്ഷീണം UDF പറ്റൂല എന്ന് പറഞ്ഞ് അങ്ങനെ സംഭവിക്കാം. പക്ഷെ അതൊന്നും അല്ല ഇവിടെ. ഇവിടെ വിഷയം എലി വന്ന് മുള്ളിൽ വീണാലും മുള്ളുവന്ന് ഇലയിൽ വീണാലും
എലക്ക് കേട് പറ്റുമെന്ന് പറയുമ്പോൾ ഇവിടെ വിഷയം അൻവറിനല്ല. അൻവർ ജയിക്കട്ടെ തോൽക്കട്ടെ, അതൊന്നും വിഷയമല്ല, അതൊരു വ്യക്തിയാണ്. പക്ഷെ UDF സംബന്ധിച്ച് എന്ത് വില കൊടുത്തും ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പബ്ലിക്കിനോട് പറയിപ്പിക്കാതെ കുറച്ചുകൂടി മാന്യമായിട്ട് ഈ അൻവറെ വിളിച്ച് KPC നേതൃത്വം പറയുമായിരുന്നു, നിങ്ങൾ മുന്നേ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ പ്രഖ്യാപനം നടത്തില്ലേ, അത് പാർട്ടി ബാധ്യ വരുത്തില്ലേ എന്ന് രഹസ്യമായിട്ട് ഉപദേശിക്കാമായിരുന്നു. അയാൾ നയത്തിൽ നിർത്താമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഉള്ളി അതൊന്നുമില്ല. വരുന്നത് കാണട്ടെ, എവിടെ വരെ പോട്ടെ എന്നുള്ളൊരു അങ്ങനെ ഇട്ടുകൊടുത്ത് ചൂണ്ടയിടുമ്പോൾ മീനെ വലിക്കുക കൊണ്ട് ഇട്ടുകൊടുത്ത് അയാൾ നശിപ്പിച്ചു. അതിന് കാണുന്ന ഒരു ബുദ്ധി പ്രാക്ടിക്കൽ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ വന്നാലോ ഉമ്മൻചാണ്ടി കാണിച്ചാണ്. ആ 5ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗ് ചോദിച്ചു, അത് മണ്ടത്തരായി പോയി. മുസ്ലിം ലീഗിൽ പറഞ്ഞല്ലോ 7 മന്ത്രി വരെ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെടാം 3-1 കണക്കാക്കിയാൽ. അങ്ങനെ വരുമ്പോൾ 4, 1, 5, 6 ആകുന്നുള്ളപ്പോഴും. അപ്പോൾ അന്ന് തന്നെ മുസ്ലിം ലീഗിൽ 5 മന്ത്രിസ്ഥാനം ചോദിക്കാമായിരുന്നു. അത് ചോദിച്ചില്ല. അതിന്റെ കാരണം എന്താണ്? മുനീറിന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ കുഞ്ഞാക്ക് പരിപാടിയില്ല. അതേസമയത്ത് മഞ്ഞളാംകുഴി അലിയെ ക്ഷണിച്ച് വരുത്തേം LDFന്ന് മന്ത്രി സ്ഥാനം കൊടുത്തു തരൂ. അങ്ങനെ വരുമ്പോൾ കോഴിക്കോട് മന്ത്രിയില്ല. അപ്പം പിന്നെ കോഴിക്കോട് മന്ത്രിസ്ഥാനം കൊണ്ട് മലപ്പുറത്തേക്കാൾ ശക്തിയാണ് കോഴിക്കോട്, അല്ലെങ്കിൽ ആ സ്ഥാനം മന്ദിരമുള്ളതാണല്ലോ കോഴിക്കോട്. അപ്പോൾ കുഞ്ഞാക്ക് ആലോചിച്ച് വെട്ടുപോയി. അങ്ങനെയാണ് 5ാം മന്ത്രിസ്ഥാനം ചോദിച്ച് ഇത്രയും വളഞ്ഞ മാർഗം എടുത്തു. അത് പിന്നെ ജാതീയതവാദിയതും ഉമ്മൻചാണ്ടി അത് ശരിക്കും മുതലെടുത്ത് ഈ സമുദായത്തെയും മുസ്ലിം ലീഗിനെയും കൊച്ചാക്കി. അത് ഉമ്മൻചാണ്ടി കാണിച്ച ആ ഒരു വകതിരിവെന്ന് പറയാൻ പറ്റില്ല, ഒരു മര്യാദയല്ല അത് കാണിച്ച്. അത് ക്ഷീണമാണ് ഇന്ന് ഭരണം പോകുന്നത്. ഇനി അടുത്ത പ്രാവശ്യം പോയാൽ അത് കാരണം ഉമ്മൻചാണ്ടി ആ പ്രവർത്തനമാണ്. അന്ന് എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ കുഴപ്പമെന്നായിരുന്നു ഞാൻ പറഞ്ഞു. ഞങ്ങൾ അല്ല പലരും പറഞ്ഞല്ലോ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഭരണം എന്താ കുഴപ്പം? അതല്ല, ഇബ്രാഹിം കുഞ്ഞ് തകർത്ത് ഉമ്മൻചാണ്ടി സ്വയം നശിച്ചു, അങ്ങനെ പോയി. അങ്ങനെ വരുമ്പോൾ പിന്നെ VD സതീശൻ സാറെ അങ്ങ് പ്രതിപക്ഷ നേതാവാണ്, കുറച്ചുകൂടി യുക്തിയും തന്ത്രവും നയവും കാണിക്കണം. അല്ല വെറുതെ ആവേശം കൊണ്ട് കാര്യമില്ല. അൻവറിനോട് സതീഷ് ഉപയോഗിക്കാൻ പറ്റില്ല. അൻവർ എവിടെ കേൾക്കുന്നു, സതീഷ് എവിടെ കേൾക്കുന്നു. സതീശന് UDF അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ്, UDF ചെയർമാനാണ്. അൻവർ ഒരു MLA, ഒരു സ്വതന്ത്ര MLA. ഇപ്പം പിന്നെ പാർട്ടി ഉണ്ടാക്കുന്നു TMC, അതിൻ്റെ ഒരാൾ ഒക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ മുന്നണിയിൽ കൊടുത്താലുള്ള ബുദ്ധിമുട്ട് ഇതാണ്. ഇനിയും അവകാശങ്ങൾ ചോദിക്കും, പുള്ളിക്കൊരു മന്ത്രിസ്ഥാനം ചോദിക്കും, ചിലപ്പോൾ 2 മന്ത്രിസ്ഥാനം ചോദിക്കും, ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും. അതുകൊണ്ട് ആ മണ്ടനായ അൻവറിനെ പാർട്ടിയിൽ നിർത്തിയത് വലിയ ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അൻവർ നയത്തിൽ നിർത്തിയിരുന്നത്. അൻവർ വന്നപ്പോൾ തന്നെ എന്തായാലും അൻവറും UDF ചെയ്യേണ്ടത് ആ കോൺഗ്രസിലൊക്കെ ലീഗിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കണം. കോൺഗ്രസിൽ ലീഗിലേക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് ചേർത്ത് അവിടെ വെച്ചാണ് ഒതുക്കി നിർത്തണം. ആ മേഖല ഒതുക്കി വെച്ച് അവിടെ നിർത്തണം. ഇത് കയറി വിട്ട് ഏതെല്ലാം വഴിപോയി. അന്നൊന്നും ഈ ലീഗ് ഇടപെട്ടില്ല, കോൺഗ്രസ് ഇടപെട്ടില്ല. കാരണം അയാൾ നാറ്റിക്കാൻ തീരുമാനിച്ചു. ലീഗിന് ചില അവന് വളർത്താൻ പറ്റില്ല, മലപ്പുറത്തല്ലേ. കോൺഗ്രസ് ആഗ്രഹമുണ്ട് അൻവർ താരി. ഇപ്പം അൻവർ നാറിയില്ലേ, അൻവർ നാറ്റിയില്ലേ. ഇനി അൻവർ സപ്പോർട്ട് ചെയ്താൽ പോലും കോൺഗ്രസിന് അത് എന്തുമാത്രം ഗുണം ചെയ്യും, അല്ലെങ്കിൽ UDF എന്ത് ഗുണം ചെയ്യും? അത് യാതൊരു തത്വദീക്ഷയില്ലാത്ത, യാതൊരു മാന്യതയില്ലാത്ത, പ്രായോഗിക ബുദ്ധിയില്ലാതെ അൻവർ കാണിക്കുന്നത്. കാരണം UDF ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ് തെറ്റെന്താണ്? 2 വലിയ വൻ പാവ ചെയ്തത്. മുസ്ലിങ്ങൾ പറയും വൻപാവും ചെറുപാവെന്ന്. വൻപാവ് എന്താണ്? ഒന്ന്, UDF പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി, അതും ജയിക്കില്ല എന്ന് പറയും. മറ്റൊന്ന്, അദ്ദേഹം LDF കൂടെ ചർച്ച നടത്തി അവിടുന്ന് സ്വീകരിച്ചില്ല എന്ന്. LDF സെക്രട്ടറി പറയുന്നു ഞങ്ങളായിട്ട് യാതൊരു ചർച്ച നടത്തില്ലെന്ന്. അപ്പോൾ ആരാണ് കള്ളം പറയുന്നത്? LDF പാർട്ടി സെക്രട്ടറി കള്ളം പറയാൻ പറ്റുമോ? അപ്പോൾ പിന്നെ അവിടെ കള്ളം പറയുന്നത് അൻവറല്ലേ? അപ്പോൾ ആ നിലക്ക് ഏത് നിലക്കും അൻവർ ഒരു യോഗ്യത അല്ലെങ്കിൽ നേതാവിന് യോഗ്യതയുള്ള ആളല്ല. ഒരു നേതാവ് എന്ന് നയിക്കപ്പെടുന്നവനാണ്, നയിക്കപ്പെടുന്നവനല്ല. നയിക്കുന്നതിനെ സംബന്ധിച്ച് അവൻ്റെ അണികൾക്ക് വേണ്ടി പലതും വിട്ടുവീഴ്ചയിടും, പല യുക്തി വേണം, ആഴ്ത്തി ചിന്തിക്കണം. അത് ചെയ്തില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. മറ്റൊന്ന്, ഈ 40% വരുന്ന മുസ്ലിം സമുദായം ഇന്നിപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ്, നിങ്ങൾ പറഞ്ഞില്ല മാമുക്കായ പാട്ട് ട്യൂൺ കൊടുക്കൂല, എല്ലാ അവസാനം മാപ്പിള പാട്ടിലേക്ക് എത്തും പോലെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം മുസ്ലിങ്ങളാണ് ഇത്രയും തോന്നി. അപ്പോൾ RS തുല്യമല്ലേന്നോ?
ഞാനപ്പോൾ പറഞ്ഞാലോട് സ്നേഹത്തിൽ പറഞ്ഞു, അതെ RSSും ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. RSS പറയുന്നത് ഹിന്ദു രാഷ്ട്രം വേണമെന്നും മറ്റൊരു വിഭാഗത്തെ നശിപ്പിക്കണമെന്നാണ്. നമ്മൾ പറഞ്ഞില്ല, ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് എല്ലാവർക്കും ആനുകൂല്യം കിട്ടണം. മുസ്ലിം കിട്ടും, ക്രിസ്ത്യാനിക്ക് കിട്ടും, ചോരും കിട്ടും, നായർക്ക് കിട്ടും, പുലിയന് എല്ലാം കിട്ടണം. അതാണ് നീതി. അപ്പം നീതിക്ക് വേണ്ടി സംസാരിക്കുക സ്വാഭാവികമായിട്ടും ഇത് പറയേണ്ടി വരും. അങ്ങനെയാണ് മുസ്ലിങ്ങളുടെ സംഭാഷണ മധ്യ അല്ലെങ്കിൽ പിന്നെ വാദിക്കുമ്പോൾ മുസ്ലിങ്ങളിൽ കൂടി വരുന്നത്. അല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന പ്രസ്ഥാനം അല്ലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഉദാഹരണം പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർത്തുകൊണ്ട് BJPയെ ശക്തമായി എതിർത്തുകൊണ്ട് കേരളത്തിൽ 40% വരുന്ന മുസ്ലിം സമുദായം UDFന് പിന്തുണ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശക്തമായി എതിർപ്പും രാജ്യം ഭരിക്കുന്ന 2 കക്ഷികളാണ്, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒന്ന് BJP. ഈ 2 കക്ഷികളെ എതിർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ പോളിസിക്ക് എതിർന്നുകൊണ്ടാണ് UDF സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ എതിർത്ത് UDF സപ്പോർട്ട് ചെയ്തിട്ട് എന്താണ് ഈ സമുദായത്തിൽ കിട്ടുന്നത്? അവനെന്താ മെച്ചം കിട്ടുന്നത്? LDF നിലനിർത്തായി എന്നുള്ളതും UDF അധികാരത്തിൽ കയറ്റാന്നുള്ളതും മുസ്ലിങ്ങളുടെ മാത്രം ചുമതലയൊന്നുമല്ല. അത് മനസ്സിലായില്ലേ? മുസ്ലിങ്ങളുടെ മാത്രം ചുമതലയല്ലെന്നേ LDF നിലനിർത്തുക എന്നുള്ളതും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ UDF അധികാരത്തിൽ കയറ്റാനുള്ളത്. UDF ഇത്തവണ അധികാരത്തിൽ കയറിയാൽ മാത്രമേ LDF നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ LDF തകർന്ന് UDF തകർന്ന് 2031 കൂടി BJP അധികാരത്തിൽ വരാനുള്ള കണക്കൂടൽ അവർ ചെയ്യുന്നത്. അതിപ്പോൾ കേരള ഗവൺമെൻറ് പുറമേ നിന്നുള്ള ഒരു ഉള്ളുകൊണ്ട് ഒരു ആനുകൂല്യമുണ്ട്, മറ്റ് കേന്ദ്ര ഗവൺമെൻറ് 100% ഉണ്ട്. അപ്പോൾ അതങ്ങനെ കണക്കൂട്ടുന്നതൊക്കെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് അകലത്തിൽ ആഴത്തിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരു തൽക്കാലം ഒരു സ്റ്റോപ്പ് വരട്ടെ, കുറച്ചുകൂടിയൊക്കെ സജ്ജമായിട്ടും അവർ തിരുത്തേണ്ട കാര്യങ്ങൾ. അതിനു വേണ്ടിയാണ് പറയുന്നത് LDF നിലനിൽക്കണം, അത് മസ്റ്റാണ്. LDF നിലനിൽക്കണം. എന്താ ചെയ്യേണ്ടത്? ഇത്തവണ ഭരണം അവർക്ക് വരരുത്, ഇത്തവണ UDF ഭരിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ, അല്ലെങ്കിൽ ഇന്ത്യ കേരളത്തിൽ 40% മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു ബാധ്യതയുള്ളത്. 2 വലിയ ഉത്തരവാദിത്തമാണ് ഈ സമുദായം ഏറ്റെടുത്തിരിക്കുന്നത്. ഒന്ന്, ഈ LDF നിലനിർത്തുക, അത് UDF ജയിപ്പിച്ചെടുക്കുക. ഈ 2 ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ LDF ജയിക്കാൻ വേണ്ടി സർവ്വസന്നാഹവും BJP ഗവൺമെൻറ് ചെയ്യും, കേന്ദ്ര ഗവൺമെൻറ് ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യും. അതിനെതിരെ പൊരുതി നിന്ന് വേണം, ഒഴുക്കെതിരെ നിയന്ത്രണം പോലെ പൊരുതി നിന്ന് വേണം UDF ജയിപ്പിക്കാൻ. അങ്ങനെയൊക്കെ പാടുപെട്ട് ശ്രമിക്കുമ്പോൾ ഈ 2 പാർട്ടി ശക്തമായ എതിർപ്പ്, പിന്നെ എതിർപ്പിൻ്റെ തീക്തഫലം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ UDFന് പിന്തുണ കൊടുത്തിട്ട് ഈ സമുദായത്തിൽ എന്താണ് UDF കൊടുക്കാൻ പോകുന്നത്? അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഈ യോഗനാഥം എന്നാണ് വെള്ളാപ്പള്ളിയുടെ SNDPയുടെ മുഖപത്രമാണ്. ഈ യോഗനാഥും വെള്ളാപ്പള്ളിക്കും എന്താണ് ക്രിസ്ത്യൻ സമുദായം ഇത്ര വൈരാഗ്യപ്പടക്കവും? കുറേ ഈഴവ സ്ത്രീകൾ ക്രിസ്ത്യാനികൾ കല്യാണം മതം പരിവർത്തനം വെള്ളാപ്പള്ളി പതിയിലും ഇത്രയും ശക്തമായ ഒരു എതിർപ്പ്. അതെന്താ കാര്യം അറിയുമോ? ഇന്ന് യോഗനാഥ് കഴിഞ്ഞ ദിവസം പറയാണ്, കോൺഗ്രസിൽ നിന്ന് ക്രിസ്ത്യാനികളെ ഒഴിവാക്കി. എടോ യോഗനാഥൻ, നിങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ UDFിൽ നിന്ന് കോൺഗ്രസ് എങ്ങനെയാണ് ക്രിസ്ത്യാനി ഒഴിവാക്കിയത്? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അറിയാല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, കേട്ടോളൂ. കഴിഞ്ഞ UDF UPA ഭരിക്കുമ്പോൾ 10 പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ 2 സ്ഥാനം അത് ഗാർഗയും മറ്റേ ഗുലാം നബി ആസാദ്, ബാക്കി സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പിന്നെ കേരളത്തിൽ ബാക്കി 6 നേതാക്കളും കേരളത്തിലെ കത്തോലിക്കർ തന്നെയാണ്. ഒരു സമുദായത്തെ കൊടുത്തില്ല. അപ്പോൾ യോഗനാഥൻ പറയൂ കോൺഗ്രസ് അവരോധിക്കുകയോ, അവർ അവോയ്ഡ് ചെയ്തോ? ആ സമയത്ത് കേരള KPC ഭാരവാഹികൾ 125 ഭാരവാഹികൾ 90 ക്രിസ്ത്യൻ സമുദായത്തിന് കൊടുത്ത്. എന്നിട്ട് യോഗനാഥൻ പറയാണ് ക്രിസ്ത്യാനിക്ക് ഒന്നും കൊടുത്താലോ ഒഴിവാക്കിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഈ വീട്ടിലെ മൂത്ത മകള് പറഞ്ഞ് എന്താ അമ്മ അനിയത്തിയെ കല്യാണിക്കാത്തത്? അപ്പോൾ അതിന് കാര്യം മനസ്സിലായില്ലേ? ചേച്ചി കല്യാണം കഴിച്ചാലേ അനിയത്തി കഴിക്കാൻ പറ്റുള്ളൂ. അത് പറയാൻ വേണ്ടി ആ ചേച്ചി എടുത്ത ബുദ്ധി പോലെയാണ്. ഇവിടെ ഈഴ വിഭാഗത്തിന് UDFിൽ നിന്ന് കാര്യമായ ഒരു നേട്ടം കിട്ടുന്നില്ല. അത് വളരെ സത്യമാണ്. അപ്പം ഇത് പറഞ്ഞാലേ അത് പറയുള്ളൂ. അപ്പം ഞങ്ങൾക്ക് 25% വരുന്ന അല്ലെങ്കിൽ 23% 7 വിഭാഗത്തിൽ UDFിൽ ഒന്നും കിട്ടുന്നില്ല, 10% 15% ക്രിസ്ത്യാനിക്ക് എല്ലാം കിട്ടുന്നുണ്ടെന്ന് ആൾക്കാർ പറയും.
അത് പറയിപ്പിക്കാൻ വേണ്ടിയാ. ഏതുപോലെ എന്നറിയോ? എടോ മണ്ടന്മാരായിക്കത് കേരളത്തിലെ മുഴുവൻ മലയാളി മണ്ടന്മാരൊക്കെ ബുദ്ധിയുള്ളവരുണ്ട്. കെ വി തോമസ് മാഷും ഭാര്യയും കൂടി ടൂർ പോയി. ടൂറല്ല, ഏതോ സർക്കാർ ചെലവിൽ എന്തോ വീട്ടു പോയി. അപ്പോൾ എല്ലാവരും കുടുംബസമേതം കെ വി തോമസും പോയി എന്ന് പറയും. തോമസ് ഉടനെ അയ്യോ കുടുംബസമയം ഉണ്ടായില്ല, ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ. അത് പറയിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാനും ഭാര്യ വിദേശയാത്ര നടത്തിയെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞവർ പറഞ്ഞത്. അതുപോലെയാണ് യോഗനാഥം അങ്ങനെ പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കാണ് മുഴുവൻ കൊടുത്തതെന്ന് കണക്കുകൾ ഉദ്ദേശിച്ചിട്ട് പറയും. അത് പറയിപ്പിക്കാൻ വേണ്ടിയാ. എന്തുകൊണ്ടാണ് യോഗനാഥം UDF നിങ്ങൾക്ക് കിട്ടാത്തത്? ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ട് ശരിയാണത്. ആനുപാതികമായിട്ടുള്ള ഒരു നേട്ടം ഈഴ വിഭാഗത്തിൽ ഇല്ല. കിട്ടണ കാര്യമില്ലേ? നേട്ടം പറഞ്ഞാൽ പോരാ, വോട്ട് വേണ്ടേ? ആകെയുള്ള വോട്ടിൽ 80% LDFനാണ് നിങ്ങൾ വർഷങ്ങളായിട്ട്. ഇത്തവണ അത് 90 ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഏതാണ്ട് 100 വോട്ട് ചെയ്യും. ഒരു വോട്ടാണ് ഈഴവന് UDF കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാ സ്ഥാനങ്ങളും തരും. ഇത് നിങ്ങൾക്കൊരു 25 സീറ്റ് തന്നു വിചാരിക്കുക, ജയിച്ചെടുക്കുമോ? വോട്ട് മുഴുവൻ പോകുന്ന ആർക്കാണ്? LDFിലേക്കാണ്. ആ സീറ്റ് മുഴുവൻ പോവില്ലേ? അത് ഏതുപോലെയാണ് UPയിൽ 130 സീറ്റായിട്ട് അസംബ്ലിയിലേക്ക് ചോദിച്ചു കോൺഗ്രസ്. ആകെ 10-15 സീറ്റായിട്ട് ജയിച്ചുള്ളൂ. ബാക്കി 100 ചില സീറ്റും കളഞ്ഞ്. അതുകൊണ്ട് ഭരണം പോയി. അതിൽ ബീഹാറിൽ 100 സീറ്റ് വെച്ച് 20 ജയിച്ചുള്ളൂ. സീറ്റ് കിട്ടിയാൽ മതിയോ? ജയിച്ചെടുക്കണ്ടേ? അപ്പം അതുകൊണ്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഈഴവ നേതാക്കളുടെ ആകെയും അവസാനത്തെ ഒരു ഉത്തരവാദിത്വം മിനിമം ഒരു 40% വോട്ടെങ്കിലും ഈഴവിൽ നിന്ന് കോൺഗ്രസിൽ വാങ്ങിക്കണം, UDFിൽ വാങ്ങിക്കണം. നമ്പർ 1. നമ്പർ 2, വെള്ളാപ്പള്ളിക്ക് SNDPക്കും ഒരു ബാധ്യതയുണ്ട്. പരമാവധി ഒരു 40% വോട്ടെങ്കിലും പിന്നെ UDFിന് കൊടുക്കാൻ നിങ്ങൾ അണികളെ പ്രോത്സാഹിപ്പിക്കാൻ അണികളോട് പറയണം. ഇതത് ചെയ്യുന്നില്ല. 80% വോട്ടും പോകുന്ന LDFിലൊക്കെ. എന്നിട്ട് നിങ്ങൾക്ക് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകുക? മറിച്ച് മുസ്ലിങ്ങളോ 90% വോട്ട് UDFിനാണ്. അവിടെയാണ് വ്യത്യാസം. അത് 14% ഉണ്ട്. അവർക്ക് കൊടുക്കുന്ന കാര്യം ആരും ഒരു പാർട്ടി പറയുന്നില്ല. ഇപ്പോൾ ക്രിസ്ത്യാനി സ്നേഹമാണ്. അൻവറിന് എവിടെയാണ് നമ്മുടെ വയനാട്ടിൽ ഒറ്റ സീറ്റും ഇല്ല ക്രിസ്ത്യൻസ്. ശരിയാണ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം 4 ജില്ലകളിൽ മുസ്ലിമിൽ ഒന്നുമില്ല സീറ്റ്. കോൺഗ്രസ് UDFിലും LDFിലും ഇല്ല, ഒരു പാർട്ടിയിലും ഇല്ല. 14% ഉണ്ട് താനും. അതൊന്നും ആരും കാണില്ല. കടുക് ചോർന്ന് കാണും, നാളികഞ്ഞത് കാണില്ല. ഈ സമുദായത്തിന് വേണ്ടി വാദിക്കാനോ ചിന്തിക്കാനോ ഇവിടെ ആരുമില്ല. അതുകൊണ്ടാണ് ഓയിസ്ലെസ് ഞങ്ങൾ സംഭാഷണ മധ്യ ഈ സമുദായത്തിൽ കൂടി വരുന്നത്. അല്ലെങ്കിൽ ഈ സമുദായത്തിൽ പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. രാഷ്ട്രീയ പാർട്ടി എന്നതിൽ ഞങ്ങൾക്കൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ പറയേണ്ടി വരുന്നു. സംഗതി ഇതാണ്, സത്യം വിളിച്ചു പറയണ്ടേ? അതാണ് അവസ്ഥ. അപ്പോൾ യോഗനാഥം കാണിക്കുന്നത് ഇതൊന്നും ഒരു സ്നേഹത്തിന് പേരില്ല. അല്ലെങ്കിൽ അൻവർ കാണിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തെ നന്നാക്കാമെന്നില്ല. അൻവർ ചില ലക്ഷ്യങ്ങളാണ്. അൻവർ കാണിച്ച മണ്ടത്തരം എന്തെന്നറിയോ? അൻവർ അവിടെ നിന്ന് വിട്ടുപോകുന്നെങ്കിൽ വിട്ടുപോയിട്ട് കാര്യം ഉണ്ടായില്ല. വിട്ടുപോകുന്നെങ്കിൽ രാജിവെക്കേണ്ട കാര്യമില്ല. രാജിവെച്ചെങ്കിൽ എന്ത് ചെയ്യണം? ഉടനെ UDFിൽ ചേക്കേറണം. അത് ചെയ്യാതെ പുള്ളി കറങ്ങി തിരിച്ച് ആദ്യമായിട്ട് പാർട്ടി ഉണ്ടാക്കി അത് വെച്ചെങ്കിലും ഇപ്പം രമയൊക്കെ ചേർന്ന്, ഉമ്മ ചേർന്ന്, അങ്ങനെ ഒരു വൈകിട്ടും 10-20 പേര് പറഞ്ഞില്ല. അതൊന്നും കുഴപ്പമില്ല, ഒരു ചർച്ചയും വന്നില്ല. അൻവറിൻ്റെ കാര്യം വന്നപ്പോഴും പിന്നെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ UDFിൻ്റെ അത് വന്നപ്പോഴും അവിടെ പല ഗ്രൂപ്പായി. കൊടുക്കണം എന്നൊരാൾ പാർട്ടി, കൊടുക്കേണ്ടത്. പക്ഷെ ബാക്കി 8-10-12 സ്ഥാനം വന്നപ്പോൾ ഒരു ചർച്ച വന്നില്ല. ഒരാളുടെ സ്ഥാനാർത്ഥി മാത്രം. അവിടെയാണ് ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പ് വെച്ചാണ് കോൺഗ്രസ് പോകുന്നതെങ്കിൽ പ്രശ്നം ഗുരുതരാവും. അണികൾ പറയണ്ടേ? അപ്പം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേണ്ടത്, ഇന്ന് രാത്രി കൊണ്ടെങ്കിലും എല്ലാം തിരുത്തി അൻവർ മാക്സിമം അൻവറിൻ്റെ കൂടുതൽ ഉത്തരവാദിത്തമായി അൻവർ UDF സ്ഥാനാർത്ഥി ജയിപ്പിച്ചെടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ അൻവറും തോക്കും UDFും തോക്കും, ഭാവിയും നല്ലതല്ല. അതുപോലെ സതീഷ് ഉത്തരവാദിത്തമായി. ഈ എങ്ങനെ 2 തട്ടാക്കിക്കൊണ്ട് ഇനി സതീഷിന് പരമാവധി വർക്ക് ചെയ്ത് UDF സ്ഥാനത്ത് ജയിപ്പിക്കണം. 2 പേര് തോറ്റു കഴിഞ്ഞാൽ സതീശനും അൻവറിന് ഒരുപോലെ തെറ്റായിട്ട് ആര് കാണും? പബ്ലിക് UDFുകാരും കാണും. ഇത്രയും ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിൽക്കവരായി നന്ദി. ജയ് ഹിന്ദ്.